ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ എല്ലാരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളും അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ ആഘോഷിച്ചു. അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട് എന്ന്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്നത്. ഇത് ആക്ച്വലി നമ്മള് വീഡിയോസ് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റ് വന്നത്. അപ്പോ എന്താ പറയാ, നമ്മുടെ ദച്ചൂസിനും അമ്പാടിക്കും എന്താണ് കൂട്ടായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ആളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നെറ്റൂസും കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. നമ്മള് സംഭവം വേണം എന്ന് കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു ആളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മള് പോവാണ്. സംഭവം ഇത് സർപ്രൈസ് ആയിട്ട് വെക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. ദച്ചൂസിന് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അത് നമ്മള് ദച്ചൂസിന്റെ ബർത്ത്ഡേക്ക് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ നമുക്കത് കറക്റ്റ് ആ ഒരു ടൈമിങ്ങിന് നമ്മൾ ഒത്തിരി ഒത്തിരി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ടൈമിങ്ങിന് അതൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ആ ഒരു സസ്പെൻസ് പാളിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളത് കൊണ്ടുവരാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും സംഭവം പുള്ളിക്കാരി അത് അറിഞ്ഞു. കാരണം കുറച്ച് ഇഷ്ടപ്പെട്ടത് എടുക്കണമല്ലോ. അപ്പൊ അവക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ടത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവളോടും കൂടെ ഒന്ന് ചോദിക്കേണ്ട വന്നു. അതുകൊണ്ട് പിന്നെ സസ്പെൻസ് ഒക്കെ അങ്ങ് പൊളിഞ്ഞു. അങ്ങനെ നമ്മള് എല്ലാരും കൂടിയിട്ട് നമ്മുടെ പുതിയൊരു അതിഥിയെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? അങ്ങനെ ഞാനും തെച്ചുമ്മയും അമ്പാടിക്കുട്ടനും ചേട്ടനും കൂടെ നമ്മുടെ പുതിയ അതിഥിയെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വീട് കണ്ടുപിടിക്കാൻ നമ്മൾ ചെറുതായിട്ടൊന്നുമല്ല കേട്ടോ പാടുപെട്ട്. അപ്പൊ ദേ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ നമ്മുടെ ഒരു കുഞ്ഞൻ അതിഥി. കുറെ നാളായിട്ട് ദജ്ജൂസിന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ കിടന്ന കാത്തൂനെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സങ്കടവും കരച്ചിലും കാത്തൂന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ അവളുടെ വിഷമം കണ്ടപ്പോൾ ഞാനും അനുജനും കൂടെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഒരെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്പാടിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കമ്പാനിയനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതെടുക്കണം, ഏത് ബ്രീഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പം ഒരുപാട് ഹെയർ ഉള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് നേരം ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അപ്പം ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കിച്ചൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബ്രീഡ്. ഈ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ ബുള്ളിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൂട്ടൻ്റെ ഫ്രണ്ട് മനോജ് ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇവനെ എടുക്കുന്നത്. കിച്ചൂട്ടൻ കൂടെ ഇല്ലാത്തത് കാരണം മനോജ് ചേട്ടൻ്റെ വീട് കണ്ടുപിടിക്കാൻ നമ്മൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വന്നേ. അപ്പോൾ നമ്മുടെ മനോജ് ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് ബ്രീഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. വലിയൊരു ഫാം തന്നെ ഉണ്ട് ചേട്ടന്. ജർമ്മൻ ഷിപ്പേഡും ലാബും പൊമേറിയനും ബീഗിളും ഡോബർമാനും അമേരിക്കൻ ബുള്ളിയും എന്ന് വേണ്ട സകല ബ്രീഡ്സും മനോജ് ചേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഫാമിലോട്ട് കയറി എല്ലാവരെയും ഒന്നും കാണാതെ വെച്ചപ്പോൾ ഒടുക്കത്തെ കൊരയായിരുന്നു. ദൈവമേ, ഞാനപ്പോൾ വിചാരിച്ചു ഏതേലും കള്ളന്മാരെ ഈ വീട്ടിൽ കയറിയാളുടെ അവരുടെ അവസ്ഥയെ. അപ്പോൾ മനോജ് ചേട്ടനോട് എന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ. അതിൻ്റെ ഫുഡും ഫുൾ ഡീറ്റെയിൽസും നമ്മൾ മനോജ് ചേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഗിൾ കുട്ടനാണ് ഇതായി കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനോജ് ചേട്ടൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവന് 42 ഡേയ്സ് ആയിരുന്നു കേട്ടോ പ്രായം. ഡിവോമിങ് ചെയ്തതിന് ശേഷം വാക്സിനേഷൻ എടുത്താൽ മതിയെന്ന് മനോജ് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റോക്കി എന്നാണ് കേട്ടോ നമ്മളെ കുഞ്ഞൻ അതിഥിയുടെ പേര്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ തന്നെ കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ പേരൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ റോക്കി കുട്ടിനെയും കൊണ്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പൊ നമ്മുടെ പുതിയ അതിഥിയെ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മള് ഓൾറെഡി ഇതിനു മുന്നേ തന്നെ നമ്മുടെ പുതിയ അതിഥിക്ക് നമ്മള് പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പേര് സെലക്ട് ചെയ്തത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നല്ലൊരു പേര് സെലക്ട് ചെയ്തത് നമ്മുടെ ആശാന് സെലക്ട് ചെയ്തത് അന്തുചേട്ടനാണ് കേട്ടോ. അപ്പൊ അന്തുചേട്ടൻ ഇഷ്ടപ്പെട്ട പേരാണ് കേട്ടോ നമ്മളെ പുതിയ അതിഥിക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇതിനു മുമ്പേ നമ്മുടെ ഇതുപോലെ തന്നെ ദച്ചൂസിന് ഒരു ഗിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോ
അവള് ഇപ്പൊ എന്റെ വീട്ടിലാണ്. അപ്പൊ അവളിപ്പോ എന്റെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പൊ അത് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടാക്കിയപ്പോ. ദച്ചൂസിന് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ പുതിയ അതിഥിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചത്. അവള് ഫീമെയിൽ ആണ്, ഫീമെയിൽ ഡോഗാണ് കേട്ടോ. പൊമേറിയൻ ആണ് ബ്രീഡ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബ്രീഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ബ്രീഡ് വന്നിട്ട് അമേരിക്കൻ പുള്ളിയാണ്. അപ്പോ സംഭവം നമുക്ക് ഈ ഒരു ബ്രീഡിനെ പരിചയപ്പെടുത്തിയതൊക്കെ നമ്മുടെ കിച്ചൂട്ടനാണ് കേട്ടോ. അപ്പൊ കിച്ചൂട്ടൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് സെറ്റ് ആയിട്ട് കുറെ തപ്പിയെങ്കിലും കിച്ചൂട്ടന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പം അവനുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ നമുക്കത് നമ്മുടെ പുതിയ അതിഥിയെ നമുക്ക് കിട്ടിയത്. അപ്പം കിച്ചൂട്ടന്റെ ഒരു വലിയ താങ്ക് യു. അപ്പോ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവന്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കിച്ചൂട്ടന്റെ പേര് പറഞ്ഞത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.